നട്ടപ്പാതിരക്ക് പൊട്ടിമൊളിച്ചൊരു ട്രിപ്പാണിത്. അതുകൊണ്ട് നമ്മൾക്ക് വലിയതായ രീതിയിൽ പ്ലാൻ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. നേരെ മൈസൂർക്കാട് പോകാനാണ് പ്ലാൻ കേട്ടോ. പൊലിച്ചൊരു 3-3:30-3:45 ആകുമ്പോൾ നടക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുമൊക്കെ. നമ്മൾ ചായ കുടിച്ച് നമ്മളെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഫോറസ്റ്റിലെ ചെക്ക് പോസ്റ്റിന്റെ അടുത്തുള്ള പള്ളിയിൽ നമ്മൾ സുബഹിസ്കരിച്ചിട്ടാണ് നമ്മളെ മൈസൂരിലേക്കുള്ള യാത്ര തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കി, നമ്മളൊന്ന് ബൂസ്റ്റപ്പിന് വേണ്ടി ചായ കുടിച്ചിങ്ങാട്ടി നമ്മൾ നേരെ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് യാത്രയായി. മൈസൂരിലെ പയന ഓട്ടോമോട്ടീവ് മ്യൂസിയത്തിൽ നിന്നാണ് നമ്മൾ അംഗം തുടങ്ങാൻ പോകുന്നത്. ഏതൊരു വണ്ടിപ്രാന്തന്റെയും കണ്ണൊന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് തള്ളിപ്പോട്ടോ. കാരണം ഒരു ഹ്യൂജ് ഓൾഡ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. മൈസൂരിലേക്ക് വരുന്ന സമയത്ത് പയാന മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ മിസ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ പഴയ കാലത്തെ രാജകീയ വാഹനങ്ങളൊക്കെ കണ്ട് അവിടുന്ന് മെല്ലെ ഇറങ്ങി. നമ്മളെ വണ്ടി ഇലക്ട്രിക് ആയതുകൊണ്ട് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഈ ബെൻസിന്റെ ഷോറൂമിൽ കയറി വണ്ടി ഒന്ന് ചാർജിനിട്ട് ലക്ഷറിക്ക് ഒരു കുറവും വരുത്തണ്ടല്ലേ അയച്ച് ഉള്ളിലൊക്കെ കയറി നമ്മൾ വണ്ടിയൊക്കെ എടുക്കണ മാതിരി ഇങ്ങനെ അഭിനയിച്ചപ്പം ഒരു നമ്മളെ സ്വീകരിച്ച് വെള്ളമൊക്കെ തന്ന് ഇരുത്തി. നമുക്ക് ജീവാഗൻ അതിന് വണ്ടിനെ അവിടെ സ്റ്റോക്കില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി ചാർജ് ചെയ്ത് ആടുന്ന് മെല്ലെ ഇറങ്ങിപ്പോന്നു. പിന്നെ മൈസൂരൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നാട്ടിലേക്ക് തിരിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോറസ്റ്റിലൂടെ നമ്മളെ നാട്ടിലേക്ക് പോയോണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പള്ളി കയറി നിസ്കരിച്ചിട്ടാണ് നമ്മൾ എന്തായത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനം അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ റീജനറേഷൻ ഓണാക്കി വയനാട് ചുരം തിരിച്ചിറക്കി കാട്ടി നമ്മളെ നാട്ടിലേക്ക് വിട്ടു.